മഹ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗത്തിൽ സുസ്മിത ശാലിനിയോട് പറയുകയാണ്, അതേ മാന്യത നീയും കാട്ടണം. കല്യാണം കഴിഞ്ഞാൽ തൂശനിലയിൽ നല്ല ചൂട് ചെമ്പാവരി ചോറും കറികളും ഒക്കെ വിളമ്പിത്തരും. അതുകൂടി കഴിഞ്ഞ് പായസവും കൂടി കുടിച്ചു കഴിഞ്ഞാൽ വല്ല പൊട്ടക്കിണത്തിൽ ചാടി ചാവുകയോ അതോ കെട്ടിത്തൂങ്ങി ചാവുകയോ നീ ചെയ്യണം. അത് പറഞ്ഞ് സുസ്മിത പോകുമ്പോൾ നന്നായി മനസ്സ് വേദനിക്കുന്നുണ്ട് ശാലിനിക്ക്. തുടർന്ന് കാണിക്കുന്നത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന പ്രീതിയാണ്. പ്രീതി കുറേ നേരം ആലോചിച്ച ശേഷം സത്യഭാമയ്ക്ക് കത്തെഴുതുകയാണ്. അമ്മ എന്നോട് ക്ഷമിക്കണം. ശാലിനി അല്ല ഗർഭിണി, ഞാനാണ് ഗർഭിണി. അമ്മയിൽ നിന്നും ഈ സത്യം ഒളിപ്പിച്ചു വെച്ചതിന് അമ്മ ഈ മകളോട് പൊറുക്കണം. 2 മാസം കൂടി കഴിഞ്ഞാൽ അബോർഷന് സാധ്യത ഇല്ലാതാകും. അതിനാണ് ശാലിനി സമയം ചോദിച്ചത്. അല്ലാതെ ശാലിനി ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അമ്മയുടെ ഈ മകളെയും പേരക്കുട്ടിയെയും രക്ഷിക്കാനാണ് ശാലിനി ഇത്രയും ത്യാഗം സഹിച്ചത്. അമ്മയോട് നേരിട്ട് പറയാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ടാണ് ഈ കുറിപ്പായിട്ട് എഴുതുന്നത്. ഞാൻ ഇനിയും ഇതൊക്കെ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ശാലിനിയുടെയും വിഷ്ണുവേട്ടൻ്റെയും ജീവിതം കൈവിട്ടു പോകും. ഇത്രയും അപമാനങ്ങളൊക്കെ സഹിച്ചിട്ടും ശാലിനിയുടെ ജീവിതം കൈവിട്ടു പോവുകയാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ എനിക്ക് വേണ്ട. എല്ലാവരെയും നശിപ്പിക്കാനായിട്ട് എൻ്റെ വയറ്റിൽ മുളപൊട്ടിയ ഈ കുഞ്ഞിൻ്റെ ജീവിതം ഞാൻ നശിപ്പിക്കാൻ പോവുകയാണ്. സത്യഭാമയുടെ വംശപരമ്പരയ്ക്ക് യാതൊരു മാനക്കേടും ഉണ്ടാകില്ല. പുറം ലോകം ഇതൊന്നും അറിയില്ല. പിന്നെ ശാലിനിയുടെ മനസ്സ് തകർത്തുകൊണ്ട് അമ്മയെ കല്യാണം നടത്തരുത് എന്നൊക്കെയുള്ള ഒരു മാപ്പ് പറഞ്ഞുള്ള കത്തെഴുതി വെച്ച ശേഷം അവിടെ നിന്ന് ഇറങ്ങുകയാണ് പ്രീതി. ഇതിനിടയ്ക്ക് സുസ്മിത തന്നോട് മരിക്കാൻ പറഞ്ഞതോർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശാലിനിയും ഒരുങ്ങിയ ശേഷം ആകെ വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിനെയും കാണിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സർല ഭാമയോട് പറയുകയാണ്, ഇത് കഴിഞ്ഞാൽ നമുക്ക് അതും കൂടി അങ്ങ് നടത്തണം, ശാലിനിയുടെ കല്യാണം. അന്നേരം ഭാമ ചോദിക്കുകയാണ്, പെണ്ണ് കെട്ടാനായിട്ട് ചെറുക്കനെ കിട്ടും, പക്ഷേ ബോണസായിട്ട് ഒരു കുഞ്ഞും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് വരിക? അന്നേരം സർല പറയുന്നുണ്ട്, കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവൾ ആളാരാണെന്ന് പറയുമല്ലോ, അതാരാണെന്ന് വെച്ചാൽ അങ്ങ് കെട്ടിച്ചു കൊടുക്കണം. അന്നേരം കളിയാക്കി ഭാമ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ ആളാരാണെന്നറിഞ്ഞാൽ അവനിനി കെട്ടാൻ തയ്യാറാകണ്ടേ? ഈ സരളയും ഭാമയും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് താഴേക്ക് പേഴ്സും ഒക്കെയായിട്ട് പ്രീതി ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കാണാതെ പ്രീതി ഇറങ്ങി അങ്ങ് വെളിയിലേക്ക് പോകുന്നുണ്ട്. പുറത്തേക്ക് പോകാതെ താഴേക്ക് ഇറങ്ങി വന്ന പ്രീതി സത്യഭാമയുടെ റൂമിലേക്ക് പോയി താൻ എഴുതിയ പേപ്പറും തൻ്റെ മൊബൈൽ ഫോണും ഭാമയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് വേറെ ആരോടൊക്കെയോ ഭാമയും സർലയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന തക്കം നോക്കി വെളിയിലേക്ക് ഇറങ്ങി പോവുകയാണ്. അതേസമയം വന്നവൽ ഒരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡോക്ടറെയാണ് പരിചയപ്പെടുത്തുന്നത്. അന്നേരം ഭാമ അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ വേറൊരു ഡോക്ടറുടെ നമ്പർ തിരക്കുകയാണ്. അന്നേരം അത് തരാമെന്നും പറയുകയാണ്. അന്നേരം പൊന്നിയെ വിളിച്ച് ഭാമ എൻ്റെ ഫോൺ റൂമിലിരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുന്നു. തുടർന്ന് സർല ഡോക്ടറുടെ നമ്പർ എന്തിനാണെന്ന് തിരക്കുമ്പോൾ അത് രാഘവേട്ടനെ ഒന്ന് കാണിക്കാനാണെന്ന് സത്യഭാമ പറയുന്നുണ്ട്. എന്നാൽ ഭാമയുടെ മുറിയിലേക്ക് ഫോൺ എടുക്കാനായി വരുന്ന പൊന്നി പ്രീതി എഴുതി വെച്ചിട്ട് പോയ ലെറ്റർ കാണുകയും അത് വായിക്കുകയും തുടർന്ന് ആകെ പരിഭ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ശാലിനി രഹസ്യമായി ഭാമയുടെ മുറിയിലേക്ക് വിളിച്ച് പൊന്നി കത്തേൽപ്പിക്കുകയാണ്. അത് വായിക്കുന്ന ശാലിനി ആകെ അങ്ങ് ഞെട്ടുകയും പേടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. തുടർന്ന് എവിടെ നിന്നാണത് കിട്ടിയെന്ന് തിരക്കുമ്പോൾ സത്യമ്മ വായിക്കാൻ വേണ്ടി ഇവിടെ വച്ചിട്ടുള്ളതാകും, എനിക്ക് ഇവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെ പൊന്നി പറയുന്നുണ്ട്. അന്നേരം ശാലിനി പറയുകയാണ്, പൊന്നി പേടിക്കണ്ട, എന്തായാലും സത്യമ്മ ഇത് വായിച്ചിട്ടുണ്ടാകില്ല, അതല്ലേ അവിടെ കൂളായിട്ട് നിന്ന് സംസാരിക്കുന്നത്, നമുക്ക് വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ് പേപ്പറങ്ങ് മടക്കുകയാണ് ശാലിനി. അന്നേരം റൂമിലേക്ക് വന്ന ഭാമ ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യാമെന്നാണ് പറയുന്നതെന്ന്. അന്നേരം ഒന്ന് പേടിക്കുകയാണ് പൊന്നിയും ശാലിനിയും. തുടർന്ന് അകത്തേക്ക് വന്ന് ഭാമ ചോദിക്കുന്നുണ്ട്, രണ്ടും കൂടി എൻ്റെ റൂമിൽ വെച്ച് എന്ത് ചെയ്യാമെന്നാണ് തീരുമാനിക്കുന്നത്? പണ്ടേ നീ ഇവളുടെ സൈഡാണെന്ന് എനിക്കറിയാമെന്ന് പൊന്നിയെ നോക്കിയും ഭാമ പറയുന്നുണ്ട്. കല്യാണം കുളമാക്കുന്ന കാര്യമാണോ രണ്ടും കൂടി ആലോചിക്കുന്നത്? പറയാനെന്ന് ഒന്നുകൂടി സത്യഭാമ ദേഷ്യപ്പെടുമ്പോൾ സത്യാമ്മേ അതെന്നും പറഞ്ഞ് പൊന്നി പറയാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് പൊന്നിയുടെ കൈ പിടിച്ചിട്ട് ശാലിനി പറയുകയാണ്, അത് അല്ല, കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ചെയ്യാനായിട്ട് ഞാൻ പൊന്നിയോട് പറയുകയായിരുന്നോ? നോക്കിയും കണ്ടും ചെയ്യാൻ പറയുന്നു. അത് നിന്റെ ഒരു ഉത്സാഹം കണ്ടില്ലേ? ഈ കല്യാണം കഴിയട്ടെ, നിന്റെ ഉത്സാഹത്തിന് ഞാനൊരു മെഡൽ സമ്മാനിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശാലിനിയോട് ദേഷ്യപ്പെടുകയാണ് അന്നേരവും ഭാമ. അന്നേരം ശാലിനിയുടെ കയ്യിലിരിക്കുന്ന പേപ്പർ ശ്രദ്ധിച്ചിട്ട് എന്താടി എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ആ പേപ്പർ അങ്ങ് മാറ്റിയിട്ട് ശാലിനി പറയുകയാണ്, ഇത് നിലത്ത് നിന്ന് കിട്ടിയതാണ്, കല്യാണമായിട്ടും റൂമൊന്നും വൃത്തിയാക്കിയില്ലേന്ന് ഞാൻ പൊന്നിയോട് ചോദിക്കുകയായിരുന്നു. അന്നേരം ഭാമ പറയുകയാണ്, റൂം മാത്രമല്ല വീട് മൊത്തം വൃത്തിയാകണം, അശ്രീകരങ്ങളല്ലേ ചുറ്റുമുള്ളത്, എൻ്റെ ഫോണിന് താടിയെന്നും പറഞ്ഞ് പൊന്നിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിക്കുകയാണ് ഭാമ. ഒരു കാര്യം പറഞ്ഞാൽ സമയത്ത് ചെയ്യില്ല, രണ്ടും കൂടി വായി നോക്കിക്കൊണ്ട് നിന്നോളും എന്ന് പറഞ്ഞ ശേഷം ഭാമ അങ്ങ് പോകുന്നു. അന്നേരവും പൊന്നി ശാലിനിയോട് പറയുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണം കുഞ്ഞെ, സമയം വൈകുന്തോറും പേടിയാകുന്നു എന്നൊക്കെ.
തൽക്കാലം നീ പേടിക്കേണ്ട, പ്രീതിയുടെ കുഞ്ഞിനൊന്നും സംഭവിക്കുന്നില്ല എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. അന്നേരം പ്രീതി കുഞ്ഞ് എങ്ങോട്ട് പോയതാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ പൊന്നു തിരക്കുകയാണ്. അന്നേരം ശാലിനി പറയുകയാണ്, നീ ഒന്നും പേടിക്കേണ്ട, തൽക്കാലം പ്രീതി ഇവിടെ ഇല്ല എന്നുള്ള ഒരു കുഞ്ഞും അറിയാൻ പാടില്ല, അത് നീ നോക്കിക്കൊള്ളണം എന്നൊക്കെ പൊന്നിയോട് ശാലിനി പറയുന്നു. പിന്നെ ഈ വിഷയം അച്ഛൻ പോലും അറിയണ്ട എന്ന് പറഞ്ഞ ശേഷം ആ ലെറ്റർ തിരികെ പൊന്നിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ഫോണും ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാലിനി. പ്രീതിയാണ് ശാലിനി ഫോൺ ചെയ്യുന്നത്. അന്നേരം ഓട്ടോയിൽ പോകുന്ന പ്രീതി വിചാരിക്കുകയാണ്, എന്താ ശാലിനി വിളിക്കുന്നത്, അമ്മയല്ലേ ലെറ്റർ വായിച്ചത്, ഇനി ശാലിനിയാണോ, എന്തായാലും ഫോൺ എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കരയുകയും വയറിൽ പിടിച്ച് തടവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രീതി. അതേസമയം വീണ്ടും തുടരെ ശാലിനി ഫോൺ ചെയ്യുന്നെങ്കിലും അത് പ്രീതി അറ്റൻഡ് ചെയ്യുന്നില്ല. അന്നേരം ആകെ ടെൻഷനാവുകയാണ് ശാലിനി. ഇനി എന്ത് ചെയ്യും എന്നോർക്കുന്ന ശാലിനി മുൻപൊരിക്കൽ പ്രീതി തന്നോട് തൻ്റെ ഫോണിലെ കറണ്ട് ലൊക്കേഷൻ ഓണായി കിടക്കുന്നു എന്ന് ശാലിനിയോട് പറഞ്ഞു തോർക്കുന്നുണ്ട്. അന്നേരം ശാലിനി തിരിച്ചും പറയുന്നുണ്ട്, ഇത് കറണ്ട് ലൊക്കേഷനല്ലേ, അതെപ്പോഴും ഓണായി കിടക്കട്ടെ, അർജുനേട്ടനും അത് ഉപകരിക്കുമെന്നൊക്കെ. അന്നേരം ദൈവമേ പ്രീതി ഓൺലൈൻ ഉണ്ടാകണേ എന്ന് ആലോചിച്ച് പ്രീതിയുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്യുന്നുണ്ട് ശാലിനി. തുടർന്ന് റോഡിലെത്തുന്ന ശാലിനി മുന്നിൽ കാണുന്ന ഒരു ഓട്ടോയിൽ കയറുകയാണ്. അന്നേരം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ പറയാം, ചേട്ടൻ വണ്ടി എടുത്തേന്നും പറഞ്ഞ് ശാലിനി പോവുകയാണ് ഓട്ടോയിൽ. തുടർന്ന് പ്രീതി പച്ചമരുന്നൊക്കെ വിൽക്കുന്ന ഒരു ആളിൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അന്നേരം എന്താണ് വേണ്ടതെന്ന് തിരക്കുമ്പോൾ ഗർഭിണികൾക്കുള്ള മരുന്നാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അത് വൈദ്യശാലയിൽ കിട്ടും, ഞാൻ അല്പം പച്ചമരുന്നൊക്കെ വിൽക്കുന്ന ആളാണെന്ന് പറയുന്നുണ്ട്. അന്നേരം പേഴ്സിൽ നിന്നും കുറച്ച് നോട്ടെടുത്ത് കൊടുത്തിട്ട് എനിക്ക് സംസാരിച്ച് നിൽക്കാൻ സമയമില്ല എന്ന് പ്രീതി പറയുന്നു. അന്നേരം പറയുന്നുണ്ട്, ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന്. തുടർന്ന് കുട്ടിക്ക് എന്ത് മരുന്നാണ് വേണ്ടതെന്ന് അയാൾ തിരക്കുന്നുണ്ട്. അന്നേരം കലക്കാനുള്ള മരുന്നാണോ എന്ന് അയാൾ ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ് പ്രീതി. തുടർന്ന് ആർക്കാണ്, എത്ര മാസമായി എന്നൊക്കെ തിരക്കുന്നുണ്ട്. അന്നേരം 3 മാസമായി, എൻ്റെ ഒരു കൂട്ടുകാരിക്കാണെന്നൊക്കെ പ്രീതി പറയുകയാണ്. തുടർന്ന് ആ കുട്ടിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി വേണം, ഫലം നിശ്ചയമാണ്, പക്ഷേ ഇപ്പോൾ 3 മാസമായി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അമ്മയുടെ ജീവനും കേടുണ്ടായെന്ന് വരും എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അതൊക്കെ സങ്കടം കടിച്ചമർത്തി പ്രീതി കേട്ടു നിൽക്കുന്നുണ്ട്. അപകട സാധ്യത കൂടുതലുള്ളതാണ്, അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഉപയോഗിക്കാവൂ എന്നൊക്കെ പറയുമ്പോൾ പ്രീതി അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. പിന്നെ ഞാനാണ് ഈ മരുന്ന് തന്നതെന്ന് പുറത്താരും അറിയാൻ പാടില്ല, പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിലേ ഞാൻ തരൂ, പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊന്നും എനിക്ക് കയറിയിറങ്ങാൻ വയ്യ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ഇല്ല വൈദ്യരെ, ഞാൻ ആരോടും പറയില്ല, എന്നെ വിശ്വസിക്കാമെന്നൊക്കെ കരഞ്ഞു പറയുകയാണ് പ്രീതി. തുടർന്ന് വൈദ്യര് മരുന്ന് കൊടുത്ത ശേഷം 1 കൗൾ ഉപയോഗിച്ചാൽ മതി, കൂടുതൽ ഉപയോഗിച്ചാൽ കൂടുതൽ ഫലം എന്ന് പറയുന്നു. തുടർന്ന് മരുന്നുമായി ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്ന പ്രീതി അന്ന് അർജുനോട് അർജുനേട്ടൻ ഒരച്ഛനാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അർജുൻ ചാടിത്തുള്ളി സന്തോഷിച്ചതും പിന്നീട് ശാലിനി സ്വന്തം ജീവൻ കൊടുത്തിട്ടായാലും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നവളാണ് അമ്മ എന്ന് പറഞ്ഞതും ഒക്കെ ഓർത്ത് സങ്കടപ്പെട്ട് അവിടെ നിന്ന് പൊട്ടിക്കരയുന്നുണ്ട്. എൻ്റെ മോനടക്കം എല്ലാവരോടും എന്നോട് ക്ഷമിക്കണം, ഈ ഹൃദയഭാരം പേറി എനിക്ക് ജീവിക്കാൻ വയ്യ എന്ന വയറിൽ അമർത്തി തലോടി പറഞ്ഞ ശേഷം ആ മരുന്ന് പൊട്ടിക്കുകയാണ് പ്രീതി. അതേസമയം പ്രീതിയുടെ ലൊക്കേഷൻ വെച്ച് ശാലിനി പിന്നാലെ എത്താൻ ശ്രമിക്കുന്നുണ്ട്. തുടർന്ന് പ്രീതി ആ മരുന്ന് വായിലേക്ക് ഒഴിക്കാൻ തുടങ്ങുകയാണ്. ഇത്രയും ആകുമ്പോഴേക്കും ആ എപ്പിസോഡിൻ്റെ 2ാം ഭാഗവും അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.